വിവാദങ്ങൾക്കിടെ ശങ്കര ജയന്തി ആഘോഷത്തിനായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കാലടി സംസ്കൃത സർവകലാശാലയിലെത്തി. ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ പ്രതിഷേധം നടക്കുകയാണ്. ഗവർണർ വരുമ്പോഴും പോകുമ്പോഴും എഴുന്നേറ്റ് നിൽക്കണമെന്നും പ്രസംഗം കഴിയുമ്പോൾ കൈയടിക്കണം എന്നും നിർദ്ദേശിക്കുന്ന സർക്കുലറാണ് വിവാദമായത്. ഇതിന് പിന്നാലെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വ്യാകരണം വിഭാഗം മേധാവി ഡോക്ടർ സുനിൽകുമാർ വിദ്യാർത്ഥികളോട് പറയുന്ന ശബ്ദസന്ദേശവും പുറത്തുവന്നു. വിശദാംശങ്ങളുമായി മനീഷ് ചേരുന്നു. മനീഷ്, എന്താണ് ഈ സംഭവങ്ങൾക്ക് ആകെ ആധാരമായ കാര്യം? എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഒരല്പം ഭീഷണി സ്വരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം വകുപ്പ് മേധാവി അയച്ചു? SFI പ്രതിനിധികൾ എന്താണ് പറയുന്നത്? SFI സംഘടന മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരും പ്രതിഷേധത്തിലുണ്ടോ? സനീഷ്, കാലടിയിൽ ഗവർണറുടെ പരിപാടി പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വലിയ വിവാദങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയ ഒരു സർക്കുലർ. ഈ സർക്കുലറിൽ പറഞ്ഞിരുന്നത് ഗവർണർ വരുമ്പോഴും അതുപോലെ തന്നെ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോഴും വിദ്യാർത്ഥികളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ളതും അദ്ദേഹം സംസാരിക്കുന്ന വേളയിൽ നിർബന്ധമായും കൈയടിക്കണമെന്നുള്ളതായിരുന്നു ആദ്യമായുള്ള വിചിത്രമായ നിർദ്ദേശം. സാധാരണഗതിയിൽ അത്തരത്തിലുള്ള നിർദ്ദേശം ഏതെങ്കിലും ഒരു കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുള്ളതല്ല. പക്ഷേ ഇത് സർവകലാശാലയുടെ VCയുടെ നേതൃത്വത്തിൽ തന്നെ VCയുടെ നിർദ്ദേശപ്രകാരം അത്തരത്തിലൊരു സർക്കുലർ ഇറങ്ങുന്നു. പിന്നാലെ അതിന് പിന്നാലെ വലിയ തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധം അത് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുണ്ടാകുന്നു, പ്രത്യേകിച്ച് SFIയുടെ ഭാഗത്തുണ്ടാകുന്നു. അങ്ങനെ അതിനെ തുടർന്നാണ് ഈ ഒരു സർക്കുലർ പിൻവലിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ അവിടെ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രകോപനം അവസാനിക്കുന്നില്ല സർവകലാശാലയുടെ ഭാഗത്തുനിന്ന്. തുടർന്നാണ് വ്യാകരണ വിഭാഗം മേധാവിയായിട്ടുള്ള സുനിൽകുമാർ ഈ റിസർച്ച് ആയിട്ടുള്ള വിദ്യാർത്ഥികളോട് ഒരു ഭീഷണി സന്ദേശം അയക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിർബന്ധമായും നിങ്ങൾ ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കണം. 10:30 ഈ പരിപാടി തുടങ്ങുക. പക്ഷേ 10 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഇവിടെ എത്തി സ്ഥാനം ഉറപ്പിക്കണം. സ്ഥാനം ഉറപ്പിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ഇതിൽ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസർച്ചിലടക്കം കൃത്യമായ ഇടപെടലുകൾ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റിസർച്ചെ സംബന്ധിച്ചിടത്തോളം ഈ ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഓപ്പൺ ഡിഫൻസിലടക്കം ആ സഹകരണം വളരെ നിർണായകവുമാകുന്നതാണ്. പക്ഷേ ആ സഹകരണത്തിൽ ഇതിൽ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക ആ ഓപ്പൺ ഡിഫൻസിലടക്കം തങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന തരത്തിലേക്ക് തുറന്ന ഭീഷണിയിലേക്കാണ് വകുപ്പ് മേധാവി പോയത്. പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ SFI പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഇന്നലെ തന്നെ SFIയുടെ നേതൃത്വത്തിൽ ഇവിടെ ബാനറുകൾ സ്ഥാപിച്ചിരുന്നു. അതിൽ ഗവർണർ രാജാവുമല്ല, യൂണിവേഴ്സിറ്റികൾ രാജകൊട്ടാരവുമല്ല എന്നുള്ള തരത്തിലേക്കായിരുന്നു അവർ പ്രതിഷേധ ബാനർ സ്ഥാപിച്ചത്. പിന്നാലെ പോലീസ് അത് നീക്കം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി. അതിനുശേഷം SFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും അതിലേക്ക് വീണ്ടും ഒരു പ്രകോപനമാണ് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് ഹോൾഡേഴ്സിനോട് നിർബന്ധമായും പങ്കെടുക്കണമെന്നും നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഓപ്പൺ ഡിഫൻസിലടക്കം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലേക്ക് തുറന്ന ഭീഷണിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പിന്നാലെ SFI പ്രതിഷേധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗവർണറെ വഴി തടയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയോ ഒന്നും ആയിരുന്നില്ല. വളരെ സമാധാനപരമായിട്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് അവർ കടന്നു. നിലവിലിപ്പോൾ സർവകലാശാലയുടെ കവാടത്തിൽ വിമർശന ബുദ്ധിയെ നിലവിലിപ്പോൾ പുതിയൊരു ബാനറും കൂടെ അവർ ഭാഗത്തുനിന്ന് ഉയർത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് നിലവിലിപ്പോൾ SFI ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിവാദങ്ങളൊക്കെ തുടക്കമായത് ആ വിചിത്രമായ സർക്കുലറാണ്. അത് ഗവർണർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ളതും അതുപോലെ തന്നെ ഗവർണറുടെ പ്രസംഗവേളയിൽ കൈയടിക്കണമെന്നുള്ളതും അദ്ദേഹം മടങ്ങുമ്പോഴും എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ള വിചിത്രമായ സർക്കുലറാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. എന്തായാലും ആ വിവാദങ്ങളാണ് നിലവിലിപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിഷേധത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുകയാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് സർക്കുലർ ആയിക്കോട്ടെ, ഏറ്റവും ഒടുവിലെത്തിയ വകുപ്പ് മേധാവിയുടെ ശബ്ദ സന്ദേശമായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ ഒരു പ്രകോപനം അതുണ്ട്. ആ പ്രകോപനത്തിനുള്ള മറുപടിയാണ് നിലവിലിപ്പോൾ SFI നൽകിയിരിക്കുന്നത്. അത് കവാടത്തിൽ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കുന്ന കവാടത്തിൽ തന്നെ പ്രതിഷേധ ബാനർ ഉയർത്തിക്കൊണ്ടാണ് നിലവിലിപ്പോൾ SFI പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഗവർണർ ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ക്യാമ്പസിൽ എത്തുകയും അതിനോടൊപ്പം തന്നെ പുഷ്പാർച്ചന നടത്തി പരിപാടിയിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടി SFIയും അതുപോലെ തന്നെ ക്യാമ്പസ് ഫ്രണ്ട് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ബഹിഷ്കരിച്ചിട്ടുമുണ്ട്. എന്തായാലും ആ ബഹിഷ്കരണം കൂടി കണക്കിലെടുത്തിട്ടാവണം ഒരുപക്ഷേ റിസർച്ച് ആളുകളോട് നിർബന്ധമായും ഇവിടെ വന്നേ മതിയാകൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയാൻ. അല്ലെങ്കിൽ മനീഷ്, പരിപാടിയിൽ എന്തായിരിക്കും അദ്ദേഹം സംസാരിക്കുക? സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ 1-2 പരിപാടികളിൽ അദ്ദേഹം ഈ ഭാരതാംബയുടേതെന്ന് പറയുന്ന ചിത്രമൊക്കെ വെച്ചിട്ടായിരുന്നല്ലോ പരിപാടി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമോ ഇത്തവണ? ഈ പ്രത്യേകിച്ചും ഇങ്ങനൊരു ചടങ്ങായതുകൊണ്ട് എന്തായിരിക്കും അദ്ദേഹം അവിടെ സംസാരിക്കുക? എപ്പോഴാണ് പരിപാടി ആരംഭിക്കുക?
സനീഷ, പരിപാടി ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിരിക്കും ഗവർണർ എന്തായാലും സംസാരിക്കുക. സനീഷ് സൂചിപ്പിച്ചതുപോലത്തുള്ള ഇതിന് മുന്നോടിയായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടായിരുന്ന ഭാരതാംബ അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ ഈ സ്റ്റേജിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പരിപാടിയിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ കഴിഞ്ഞിട്ടില്ല. പുറത്ത് SFIയുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും SFI സംബന്ധിച്ചിടത്തോളം ഈ പ്രകോപനകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാവത്തിലുള്ള ഗവർണറുടെ പെരുമാറ്റമാണ് എപ്പോഴും അവരെ പ്രകോപിതരാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ അതാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ അവർ ആവർത്തിക്കുമ്പോൾ തീർച്ചയായും അതിലേക്ക് തന്നെ അല്ലെങ്കിൽ അത് അനുവദിക്കില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് SFIയുടെ പ്രതിഷേധം പോയിരിക്കുന്നത്. ഗവർണർ രാജാവുമല്ല, സർവകലാശാല രാജകൊട്ടാരവുമല്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് ആ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എന്തായാലും പോകുന്നത്. ശരി, നന്ദി മനീഷ്. വിവരങ്ങൾക്ക് എന്താ